ഗുഡ് മോർണിംഗ്. ഞാൻ പി ജിക്ക് പഠിക്കുന്ന കാലം മുതലുള്ള ആഗ്രഹം സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങിക്കുക, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത കാറിൽ പോകുക എന്നൊക്കെ ഉള്ളത്. അഫ്കോഴ്സ് എൻ്റെ ഒരാളുടെ മാത്രം എഫേർട്ട് അല്ല, എൻ്റെ പാർട്ട്ണറാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫിനാൻഷ്യലിയും മെൻ്റലി എല്ലാം സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ എനിക്കൊരു വണ്ടി ഒരു കാർ സ്വന്തമാക്കാൻ പറ്റിയത്. ഏൺ ചെയ്യുക, അതിൻ്റെ ബേസിൽ കുറച്ച് അസറ്റ്സ് നമ്മുടെ പേരിൽ ഉണ്ടാക്കുക, അതൊക്കെ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ I feel very proud and happy at the same time. ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണല്ലോ, അപ്പം അതിൻ്റേതായിട്ടുള്ള ടെൻഷനും അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. ഇതൊക്കെ കൊണ്ട് നടക്കണ്ടേ. അങ്ങനെ ഫാമിലി, ഇത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്, ആളുടെ ഹസ്ബൻഡുണ്ട്, കുട്ടിയുണ്ട്. അവരിവിടെ ഞങ്ങളുടെ ഒപ്പം ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ ഒരു ടൈമിൽ എൻ്റെ പേരൻസ് ഇവിടെ വരാറുണ്ട്. അവരുടെ വെക്കേഷൻ ടൈമാണ്. ഇത്തവണ ഒരു കുറച്ചും കൂടി സ്പെഷ്യൽ ടൈമായിരുന്നു. ഫൈനലി വണ്ടി ഇറക്കാൻ ടൈമായി. നമ്പർ പ്ലേറ്റ് ഇപ്പം കിട്ടിയിട്ടില്ല, ഈവനിങ് ആകുമ്പോഴേക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. യെസ്, വി ഗോട്ട് ഇറ്റ്. അതിനിടയ്ക്ക് കുറേ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ നടത്തി. എല്ലാവരുടെ ലൈഫിൽ കുറേ വിഷ് ലിസ്റ്റുകൾ ഉണ്ടായിരിക്കും, കുറേ ബക്കറ്റ് ലിസ്റ്റുകൾ. എൻ്റെ ലൈഫിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് സ്വന്തമായ ഒരു വാഹനം എന്നുള്ളത്. യെസ്, ആൻഡ് നൗ ഷോറൂം പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ബാർബിക്യൂ ലഞ്ച് ബുക്ക് ചെയ്തിരുന്നു. അവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. വണ്ടി ഇറക്കുന്നതിൻ്റെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശരിയാവില്ല. പക്ഷേ നല്ല രീതിയിൽ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എങ്കിലും ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇതുപോലെ ഫാമിലിയോടൊപ്പം പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, ഒരുപാട് നേരം അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് ടൈം. അടുത്തുനിന്ന് ആക്ച്വലി നമ്മൾ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴേക്കും നമ്മളെക്കാൾ ഏറെ ഹാപ്പി ആവുന്നതും പ്രൗഡ് ആവുന്നതും നമ്മുടെ പേരൻസ് ആണ്, അല്ലേ? എനിക്കിപ്പോൾ അവരെ ഹാപ്പി ആക്കിയതിൽ ഞാനും ഹാപ്പിയാണ്. ആസ് എ പേരൻറ് അവരുടെ റെസ്പോൺസിബിലിറ്റി പണ്ടേ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ ടേണാണ് അവരെ മാക്സിമം ഹാപ്പി ആക്കുക, അവരോടൊപ്പം യാത്ര ചെയ്യുക, അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളത്. ഇടയ്ക്ക് ഷോറൂമിൽ നമ്പർ പ്ലേറ്റ്സ് ഒക്കെ സെറ്റാക്കി തന്നിരുന്നു. നെക്സ്റ്റ് നമ്മളൊരു യോഗ സെൻറ്ററിലേക്ക് പോവുകയാണ്. പെട്ടെന്നാണ് എഡിറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചത് എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കുറച്ചായിട്ട് മാറുന്നുണ്ട്. ഒരു ക്രൂര ഭാവം. ആക്ച്വലി ഇതെൻ്റെ ഒരു സ്ഥായി ഭാവമെന്ന് ഫ്രണ്ട്സ് എല്ലാവരും പറയാറുള്ളത്. എനിവേ, എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മയും അച്ഛനൊക്കെ ബാക്കിൽ നിന്ന് വീഡിയോസ് എടുക്കുന്നു. ഞാൻ ആക്ച്വലി എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ കോ പാസഞ്ചർ സീറ്റിലാണ് ഇപ്പോഴും. കോ ഡ്രൈവറായി പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. പോകുന്ന വഴിക്ക് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി ഞങ്ങളൊരു ടീ ഷോപ്പിൽ നിർത്തി ടീ കോഫി, ഞാനൊരു ലൈം ടീ കുടിച്ചു. നല്ല സുഖമുണ്ടായിരുന്നു. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇഷ ഫൗണ്ടേഷനാണ്, ഒരു യോഗ സെൻ്ററാണ്. അത് അത്യാവശ്യം നല്ല ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നല്ല. കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും ലക്കിലി സ്ലോലി സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരെ നമ്മൾ നിന്നോളൂ, കാരണം റഷ് എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ളൊരു ഒരു സിറ്റുവേഷനാണ്. കുറച്ച് ഷോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് ടൈമിൽ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പായിരുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ദിവസം. ബൈ ബൈ.